ശ്രീകൃഷ്ണ ഭഗവാനെ ഇമയവരപ്പൻ ഭാവത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ഭാരതത്തിലെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്ന നിലയിൽ അറിയപ്പെടുന്നതുമായ പുരാതന ക്ഷേത്രമാണ് തൃച്ചിറ്റാട്ട് മഹാവിഷ്ണു ക്ഷേത്രം. ആലപ്പുഴയിൽ ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ല റൂട്ടിൽ 1.5 കിലോമീറ്റർ മാറി മുണ്ടങ്കാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലേക്കുള്ള ഓരോ യാത്രയും ഭക്തന് തീർത്ഥാടനം പോലെയാണ്. ശംഖുതീർത്ഥം കടന്ന് മുൻപോട്ട് പോകുമ്പോൾ എത്തി നിൽക്കുന്ന ഇമയവരപ്പൻ സന്നിധാനം ഓരോ ഭക്തന്റെയും ആശ്രയ കേന്ദ്രം കൂടിയാണ്. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് അതിമനോഹരമായ ഒരു പ്രവേശന കവാടമുണ്ട്. ഇതിലൂടെ അകത്ത് കടന്ന് അല്പം പോയാൽ ക്ഷേത്രകുളത്തിന്റെ മുൻപിലെത്താം. അതിനാൽ ശംഖുതീർത്ഥത്തിൽ ആരാധന നടത്തുമ്പോൾ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലും ആരാധിക്കുമ്പോൾ പൂർണ്ണ ദർശനം പൂർത്തിയാകുന്നു. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യപ്രകാരം അജ്ഞാത വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻപാറയിൽ താമസിച്ചിരുന്നു. പഞ്ചപാണ്ഡവരിൽ ഓരോരുത്തരും അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയിരുന്നു. മൂത്ത സഹോദരനായ യുധിഷ്ഠിരൻ പ്രതിഷ്ഠ നടത്തി ആരാധിച്ച് ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിച്ച ക്ഷേത്രമാണ് തൃച്ചിറ്റാട്ട് മഹാവിഷ്ണു ക്ഷേത്രം. യുധിഷ്ഠിരൻ പ്രതിഷ്ഠ നടത്തുന്നതിന് വളരെ മുൻപ് തന്നെ ഇമയവർ, അതായത് ദേവന്മാർ ഇവിടെ വന്ന് ആരാധന നടത്തിയിരുന്നു. അതിനാൽ ഈ ക്ഷേത്രത്തിലെ ദർശനഭാവം ഇമയവരപ്പൻ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൗരവ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദ്രോണാചാര്യരെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി സത്യസന്ധനായ യുധിഷ്ഠിരന് ഒരു കള്ളം പറയേണ്ടി വന്നു. ആ പാപഭാരത്തിൽ നിന്നും കരകയറാനായി ധർമ്മപുത്രർ ഈ ക്ഷേത്രത്തിൽ വന്ന് തപസ്സനുഷ്ഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. യുധിഷ്ഠിരൻ പുണ്യസ്നാനം കഴിഞ്ഞ് പുഷ്കരണിയിൽ, അതായത് കുളത്തിൽ നിമജ്ജനം ചെയ്ത ശേഷം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ശംഖിൽ വെള്ളം നിറയ്ക്കുകയും ചെയ്തു. പ്രതിഷ്ഠയ്ക്ക് ശേഷം അദ്ദേഹം ആദ്യത്തെ പൂജ നടത്തുകയും ചെയ്തു. അതിനാൽ തൃച്ചിറ്റാട്ടിലെ കുളത്തിന് അമൃതപുഷ്കരണി എന്നും കുളത്തിലെ വെള്ളം ശംഖിൽ നിറയുന്ന അവസരത്തിൽ ശംഖുതീർത്ഥം എന്നും പേര് വന്നു. സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ ശീവേലിയും 5 പൂജകളും ഇവിടെയില്ല. പകരം രാവിലെയും വൈകിട്ടുമായി ഓരോ പൂജകൾ മാത്രമാണുള്ളത്. പുലർച്ചെ 4 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. മീനമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ കൊടിയേറി തിരുവോണം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. കൂടാതെ വൈകുണ്ഠ ഏകാദശി, തിരുവോണം, അഷ്ടമി രോഹിണി തുടങ്ങിയ ദിവസങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്.